അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. മലയാള നോവൽ സാഹിത്യത്തിൽ വാക്കുകളുടെ പച്ചയായ അവതരണം കൊണ്ടും നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്ക ജീവിതാവിഷ്കാരം കൊണ്ടും ഇടം നേടിയ എഴുത്തുകാരനാണ് വിനോയ് തോമസ്. കുടിയേറ്റത്തിന്റെ മണ്ണിൽ വിയർപ്പൊഴുക്കിയതിന്റെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കി മാറ്റുന്നതിനായി ഇരവുകളെ പകലാക്കി മാറ്റി ജീവിതം മറ്റുള്ളവർക്ക് മാത്രമായി ജീവിച്ചു തീർത്തവരെ വളരെ വ്യക്തമായി വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളിൽ പലരും നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് തൊട്ടെടുക്കാൻ കഴിയുന്നവരാണ്. അവർ സ്നേഹിക്കുന്നതും പിണങ്ങുന്നതുമൊക്കെ പച്ചയായ അവരുടെ ഭാഷയിലാണ്. ഇത്തരം അനുഭവങ്ങളെ തുറന്ന ഭാഷയിൽ യാതൊരു മടിയുമില്ലാതെ എഴുതിയതിനാൽ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് ഇദ്ദേഹം. മലബാർ കുടിയേറ്റം ഇവിടെ എത്തുന്നതുവരെ പ്രതീക്ഷയുടെ ഒരു യാത്രയായിരുന്നു. മലബാറിലെത്തിയതോടെ അത് അതിജീവനത്തിന്റെയും നിലനിൽപ്പിനായി നെട്ടോട്ടമോടുന്നതിന്റെയും കഥയായി. എന്നും മറ്റുള്ളവരുടെ പഴികൾ കേൾക്കാൻ വിധിക്കപ്പെട്ട കുടിയേറ്റക്കാരന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പല കൃതികളിലും. ഓരോ കൃതിയും ഓരോ അനുഭവമാക്കി അനുവാചകന് നൽകിയ ഈ അധ്യാപകൻ മൂർഖൻ പറമ്പ് എന്ന ചെറുകഥയിലൂടെയും കരിക്കോട്ടക്കരി എന്ന നോവലിലൂടെയും കുറിച്ച അരങ്ങേറ്റം തുടർന്ന് അങ്ങോട്ട് നിരവധി കൃതികളിലൂടെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇരിട്ടി നെല്ലിക്കാമ്പൊയിലുകാരനായ ഈ എഴുത്തുകാരൻ അധ്യാപനത്തിന്റെ ഭാഗമായി കുറച്ചുകാലം വയനാട്ടിലും ഉണ്ടായിരുന്നു. മലയാള സിനിമാ രംഗത്തും തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിന്റെ മണമുള്ള രചനകളിൽ ജൈവികാംശം ഒളിപ്പിച്ചുവെച്ച പ്രഥമ കൃതിയായ കരിക്കോട്ടക്കരിയെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലാ ട്രഷറിയിലെ ജൂനിയർ സൂപ്രണ്ടായ ഷെബിൻ പോളാണ്. കണ്ണൂർ ജില്ലയിലെ ആറളത്തുകാരനായ ഈ കുടിയേറ്റക്കാരൻ കൽപ്പറ്റ ജില്ലാ ലൈബ്രറിയിലെ സ്ഥിരം വായനക്കാരനാണ്. പത്രപ്രവർത്തനത്തിന്റെ ചൂടും ചൂരും ഏറ്റെടുത്ത് കുറച്ചുകാലം പത്രപ്രവർത്തകനായി ജോലി ചെയ്ത ഇദ്ദേഹം മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ആനുകാലികങ്ങളിൽ കഥയും കവിതയും എഴുതുന്ന ഈ സഹൃദയനാണ് തന്റെ കൂടി നാടിന്റെ ചരിത്രമായ കരിക്കോട്ടക്കരിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത്. ഒരു ദേശത്തെ അടയാളപ്പെടുത്തിയ നിരവധി ജീവിതങ്ങളുടെ നേർചിത്രം വരച്ചിട്ടിരിക്കുന്ന ഈ കൃതിയിലൂടെ നമുക്കും കയറിയിറങ്ങാം ഷെബിൻ പോളിനൊപ്പം. അക്ഷരങ്ങളെയും ആശയങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. അധ്യാപകനും യുവ എഴുത്തുകാരനുമായ വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന നോവലാണ് അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എഴുത്തിൻ്റെ വേറിട്ട വഴികളിലൂടെ മലയാള സാഹിത്യത്തിനും മലയാള സിനിമയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള നെല്ലിക്കാമ്പൊയിൽ സ്വദേശിയായ വിനോയ് തോമസ്. ഇദ്ദേഹത്തിൻ്റെ രാമച്ചി എന്ന കഥാസമാഹാരത്തിന് 2019 പുറ്റ എന്ന നോവലിന് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കളിഗമിനാറിലെ കുറ്റവാളികൾ എന്ന കഥയെ അവലംബിച്ചാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുളി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആത്മാവിൻ്റെ കൊടുങ്കാറ്റ് നിറഞ്ഞ ആലോചനകൾ കൊണ്ട് അവനവനിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരുടെ കഥയാണ് വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി. എഴുത്തുകാരൻ്റെ കേവല ഭാവനയ്ക്കപ്പുറം ചരിത്രവും മിത്തുകളും പരിവർത്തിത ക്രൈസ്തവരുടെ ആത്മാന്വേഷണത്തിൻ്റെ അന്തർസംഘർഷങ്ങളുമാണ് നോവലിൻ്റെ ഇതിവൃത്തം. വിഷകന്യകയ്ക്കും ആയുസ്സിൻ്റെ പുസ്തകത്തിനുമൊപ്പം ജീവിതകാമനകളുടെ സ്വത്വാന്വേഷണത്തിൻ്റെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന നിശബ്ദ നിലവിളികളുടെയൊക്കെ കൂട്ടുചേർന്ന കഥാപശ്ചാത്തലമാണ് നോവലിന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ നസ്രാണി ചരിത്രത്തിലെ മൂടിവെക്കപ്പെട്ട ചില അധ്യായങ്ങളാണ് കരിക്കോട്ടക്കരയിൽ വിനോയ് തോമസ് തുന്നിച്ചേർത്തിരിക്കുന്നത്. മലബാറിലെ ഇരിട്ടിക്കടുത്തുള്ള കരിക്കോട്ടക്കരി എന്ന കുടിയേറ്റ ഗ്രാമം പുലയരുടെ കനാൻ ദേശമെന്നാണ് അറിയപ്പെടുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വംശീയമായ ഒറ്റപ്പെടുത്തലുകൾക്കിടയിൽ പുലർന്നു വന്ന ഭൂതകാലമാണ് ദളിത് ക്രൈസ്തവർക്കുള്ളത്. അതിൽ ഭൂരിപക്ഷം വരുന്ന പുലയർക്ക് കരിക്കോട്ടക്കരിയിൽ സ്വന്തമായി കൃഷിഭൂമിയും വീടും നൽകി മതപരിവർത്തനത്തിന് മനുഷ്യമുഖം നൽകിയ വൈദികനാണ് നിക്കോളച്ചൻ. എന്നാൽ അവർണ ഹൈന്ദവരുടെ ക്രിസ്തുമത സ്വീകരണം
അവരുടെ സാമൂഹ്യ പരിതോവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. മുൻപ് സവർണ ഹിന്ദുക്കൾ മതം മാറി സുറിയാനി ക്രിസ്ത്യാനികളായതിനെ ചരിത്രം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മഹത്വവൽക്കരിക്കുമ്പോൾ ദളിതർ പരിവർത്തിതരാകുന്നത് പരസ്യമായ പരിഹാസ്യതയായി മാറുന്നു. സ്വന്തമായി ഭൂമിയും കൃഷിയും ഉണ്ടായിട്ടും അവർക്ക് രേഖപ്പെടുത്തി വയ്ക്കാൻ മാത്രം മഹിമയുള്ള നാൾവഴികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്രകാരം കരിക്കോട്ടക്കരി നിന്ദിതരുടെയും പീഡിതരുടെയും മിസ്രൈം ദേശമായി മാറുന്നു. മലബാർ കുടിയേറ്റത്തിന്റെ നിദാനമായി വർത്തിച്ച അധികാരത്തിൽ എന്ന സവർണ ക്രൈസ്തവ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് ഇറാനിമൂസ്. കറുത്തവനായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം സവർണ ക്രൈസ്തവരുടെ കുടുംബ സദസ്സുകളിൽ നിറത്തിന്റെ പേരിൽ സ്വീകാര്യനാകാത്ത വിധം അയാൾ ഒറ്റപ്പെടുകയാണ്. കറുത്തവരായ ദളിത് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതുകൊണ്ട് ബന്ധുക്കളുടെ ഇടയിൽ കരിക്കോട്ടക്കരി എന്ന ചെല്ലപ്പേരിലേക്ക് അയാൾ അടയാളപ്പെടുന്നു. വിമലഗിരി കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് കരിക്കോട്ടക്കരി ഇറാനിമൂസിൽ സ്വത്വാന്വേഷണത്തിന്റെ പ്രേരണയായി വളരുന്നത്. മുട്ടിട്ട് തുടങ്ങിയ അയാളുടെ ആദ്യ പ്രണയത്തെ പോലും മരവിപ്പിച്ചു കളയുന്ന പ്രത്യയനാമമായി കരിക്കോട്ടക്കരി മാറുന്നു. താൻ പൂശിയ പൗഡറല്ല, തന്റെ കറുപ്പാണ് സത്യമെന്ന് ഇറാനിമൂസ് തിരിച്ചറിയുന്നു. എന്നാൽ സെബാൻ എന്ന കരിക്കോട്ടക്കരിക്കാരനായ സുഹൃത്തിലൂടെ അയാളുടെ ജീവിതം പുതിയൊരു പന്ഥാവിലേക്ക് വഴിതിരിക്കുകയാണ്. അപ്പന്റെ വിലക്ക് മറികടന്നും അയാൾ കരിക്കോട്ടക്കരിയിലേക്കുള്ള സെബാന്റെ വീട്ടിലേക്ക് നിരന്തര യാത്ര ചെയ്യുന്നു. യൂറോപ്പിലെ ഏതോ നഗരവാസികളെ അനുസ്മരിപ്പിക്കും വിധം പാൻസും കോട്ടും ധരിച്ച മനുഷ്യരെ കരിക്കോട്ടക്കരയിൽ അയാൾ കണ്ടു. മലയോരത്തുള്ളവർ പാൻസ് ധരിക്കാൻ തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ കരിക്കോട്ടക്കരിക്കാർ ഇത് സ്ഥിരവേഷമാക്കിയിരുന്നു. ചിലരുടെ പാൻറ്റിന് ഇറക്കം കുറവായിരുന്നു. സഫാരി സ്യൂട്ട് ധരിച്ചുകൊണ്ട് ചേനയ്ക്ക് തടമൊരുക്കുന്നവരും കൈലിമുണ്ടും കോട്ടും ധരിച്ച് വെറ്റില മുറുക്കി ചുവപ്പിച്ച് പീഡികത്തെണ്ണയിലിരിക്കുന്നവരും കരിക്കോട്ടക്കരയിലെ സാധാരണ കാഴ്ചയായിരുന്നു. വസ്ത്രധാരണത്തിലെ വൈരുദ്ധ്യം കൊണ്ട് കറുത്ത ഫലിതത്തിന് പാത്രമായി മാറിയ പാവങ്ങൾ. വാട്ടുകപ്പയുടെയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് വരട്ടിയെടുത്ത പോട്ടിക്കറിയുടെയും രുചി ഇറാനിമൂസിന്റെ കരിക്കോട്ടക്കരി ദിനങ്ങൾ സമൃദ്ധമാക്കി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറാനിമൂസ് അധികാരത്തിൽ കുടുംബം വിട്ട് കരിക്കോട്ടക്കരയിലേക്ക് ചേക്കേറുന്നു. സ്വന്തം അസ്തിത്വം തിരയുന്നവരുടെ കഥയാണ് കരിക്കോട്ടക്കരി. ഇറാനിമൂസും സെബാനും ബിന്ദുവും ചാഞ്ചൻ വല്യച്ചനും കണ്ണമ്മയുമെല്ലാം അവനവന്റെ ഉറവിട മൂല്യം കണ്ടെത്തുന്നതിന് വേണ്ടി വ്യവസ്ഥാപിത സമ്പ്രദായങ്ങളോട് കലഹിക്കുന്നവരാണ്. നിറവും ജാതിയും മനുഷ്യന്റെ മാറ്റിയെഴുതാനാകാത്ത വിധിത്തീർപ്പായി മാറുന്നതിനെ ഇറാനിമൂസിന്റെ വാക്കുകളിലൂടെ നോവലിസ്റ്റ് വിമർശന വിധേയമാക്കുന്നു. എല്ലാ പുണ്യവാളന്മാരും വെളുത്തു തുടുത്തവർ. പീഡ അനുഭവിച്ച് ക്രൂശിതനായി കിടക്കുന്നത് വെളുത്ത ക്രിസ്തു. കറുത്തവന്റെ വേദന അനുഭവിച്ച ഒറ്റ പുണ്യവാളനെയും അൾത്താരയിൽ കാണാനാകുന്നില്ലെന്നത് ഇറാനിമൂസിന്റെ മാത്രം ദാർശനിക വ്യഥയല്ലാതാകുന്നു. പരിവർത്തിത ക്രൈസ്തവനായതോടെ ഇതര ക്രൈസ്തവർക്കിടയിൽ സാമൂഹ്യമായ തുല്യത ലഭിക്കാത്തതും പുലയനായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ജാതി സംവരണം അന്യമാകുന്നതുമാണ് സെബാനെ കരിക്കോട്ടക്കരിയിൽ നിന്ന് അകറ്റുന്നത്. ഗർവാപ്പസി പോലുള്ള സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർത്തുവെച്ച് വായിക്കാവുന്നതാണ് സെബാന്റെ ഈ മടങ്ങിപ്പോക്ക്. സെബാനെ നയിക്കുന്നത് സാമ്പത്തികവും സാമൂഹികവുമായ അതിജീവന സാധ്യതകളാണെങ്കിൽ ഇറാനിമൂസിനത് തികച്ചും വികാരനിർഭരമായ സ്വത്വാന്വേഷണമാണ്. ഇറാനിമൂസ് കരിക്കോട്ടക്കരയിലേക്ക് ചേക്കേറുമ്പോൾ സെബാൻ കരിക്കോട്ടക്കരയോട് വിട പറയുന്നു. ഒരേ കാരണം കൊണ്ടുള്ള അന്വേഷണങ്ങൾ വ്യത്യസ്ത പാതകളിലൂടെ നീളുന്നു. ആദി ദ്രാവിഡ സംസ്കൃതിയിൽ രാജാധികാരം കൈയാളിയിരുന്ന ചേരമാൻ പാരമ്പര്യത്തിന്റെ തിടമ്പേറ്റി മതപരിവർത്തനത്തെ പുച്ഛിച്ച് നിഷേധിയായി ജീവിക്കുന്ന ചാഞ്ചൻ വല്യച്ചനും സ്വന്തം നീതിബോധം രുചിച്ച് ശരീരത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കണ്ണമ്മയുമെല്ലാം നോവലിലെ സ്വയം ശീർഷക കഥാപാത്രങ്ങളാണ്. കരിക്കോട്ടക്കരിക്കാരുടെ കണ്ണും കാതും ഹൃദയവുമായി പ്രവർത്തിച്ച ദൈവമനുഷ്യൻ അതായിരുന്നു ഫാദർ നിക്കോളാസ് സെബാൽദസ് ബ്രേഷ്യോ എന്ന നിക്കോളച്ചൻ. ക്രൈസ്തവർക്കിടയിലെ പരിവർത്തനം സംഭവിക്കാത്ത ജാതിബോധത്തിന്റെ കൂരമ്പുകൾ ഏറെ വേദനിപ്പിക്കുമ്പോഴും അവിശ്വസനീയമാംവിധം ശാന്തമായ നിലപാടുകൾ കൊണ്ട് നിക്കോളച്ചൻ നമ്മെ വിസ്മയിപ്പിക്കുന്നു. താൻ പോരായ്മ കൊണ്ട് തനിക്ക് മീതെ തണൽ വിരിക്കണമെന്ന നിലപാടുകാരനാണ് ചാഞ്ചൻ വല്യച്ചൻ. അർത്തുങ്കലും കരിക്കോട്ടക്കരയിലും ഒരു ഏകാന്ത കലാപകാരിയായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ചാഞ്ചൻ വല്യച്ചനും അധികാരത്തിൽ കുടുംബവും തമ്മിൽ അദൃശ്യമായ ചില കണ്ണികൾ കൊണ്ട് ബന്ധിച്ച നിഗൂഢമായ ചില ധാരകളുണ്ടെന്ന സത്യം ഇറാനിമൂസ് കണ്ടെത്തുന്നിടത്ത് സവർണ അവർണ വിഭാഗീയതയുടെ പൊള്ളത്തരങ്ങളെ നാം കണ്ടുമുട്ടുന്നു. എം.പി. പത്മനാഭ പണിക്കർ രചിച്ച അധികാരത്തിൽ കുടുംബചരിത്രം അധികാരവും പണവും നേടിത്തരുന്ന നിർമ്മിത ചരിത്രമാണെന്ന സത്യം നാം തിരിച്ചറിയുന്നു. സ്വത്വാന്വേഷണത്തിന്റെ അന്ധകാര ഇടനാഴികൾ താണ്ടിയെത്തുന്നിടത്തു നിന്ന് അധികാരത്തിൽ കുടുംബത്തിന്റെ പുലയബന്ധം ഇറാനിമൂസിന്റെ അപ്പൻ തന്നെ വെളിപ്പെടുത്തുന്നു.
കേവലം ഒരു കുടിയേറ്റ ഗ്രാമത്തിൻ്റെ സംഭവബഹുലമായ ജീവിതങ്ങൾ കൊരുത്തിണക്കിയ കഥയല്ല കരിക്കോട്ടക്കരി. കേരളത്തിലെ സിറിയൻ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഉറവിടവും വ്യാപനവും സംബന്ധിച്ച അവകാശവാദങ്ങൾ തികച്ചും വിമർശന ഫലിതാത്മക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വിനോയ്. ഏതെങ്കിലും തരത്തിലുള്ള നിഗമനങ്ങളിലേക്കോ നിശ്ചയങ്ങളിലേക്കോ നമ്മെ നയിക്കുന്നതല്ല നോവലിൻ്റെ പ്രമേയം. മറിച്ച് അവനവൻ്റെ അസ്തിത്വമന്വേഷിക്കുന്ന പച്ച മനുഷ്യരെയാണ് നാം ഇവിടെ കാണുക. സംസ്കരിക്കപ്പെടാത്ത ജാതിബോധം, മിഥ്യാഭിമാനം, രതി, ഉപേക്ഷിക്കപ്പെടൽ എന്നിങ്ങനെ മനുഷ്യനെത്തിപ്പെടാൻ സാധ്യതയുള്ള സർവ്വ മേഖലകളിലൂടെയും വായനക്കാരൻ്റെ മനസ്സിനെ ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇറാനിമോസ് ഫിലിപ്പോസ്. വെറുപ്പിനോളം ആഴമുള്ളൊരു മുറിവാണ് കറുപ്പെന്ന കഥാനായകൻ്റെ തിരിച്ചറിവിനെ വായനക്കാരന് ഏറ്റുവാങ്ങാതെ തരമില്ല. ആ മുറിവിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ആത്മീയതയ്ക്കോ നവോത്ഥാന സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കോ സാധ്യമായിട്ടില്ലെന്ന് തന്നെ നോവൽ പറഞ്ഞുവെക്കുന്നു. ഒരേ സമയം നേരിൻ്റെ പക്ഷത്തും അതേസമയം അതിൻ്റെ പ്രതിപക്ഷത്തും ഒരുപോലെ വർത്തിക്കുന്ന സാംസ്കാരിക വൈരുദ്ധ്യങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളെ നോവലിസ്റ്റ് അലക്കി ഉണക്കാനിടുന്നത് സ്വതന്ത്ര വായനയുടെ തുറസായ മുറ്റങ്ങളിലാണ്. അത് ഉണക്കിയെടുക്കുന്നത് നോവലിസ്റ്റിൻ്റെ ബാധ്യതയല്ലെങ്കിലും കരിക്കോട്ടക്കരി വായിക്കപ്പെടുന്ന ഓരോ മുഹൂർത്തങ്ങളിലും ഈ വിഴുപ്പലക്കലും ഉണങ്ങിക്കിട്ടാനുള്ള കാത്തിരിപ്പും വായനക്കാരിലുണ്ടാകുമെന്നതിൽ സംശയമില്ല. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 23 SK ഹരിനാഥിന്റെ കറുത്തച്ഛൻ എന്ന വേറിട്ട കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് മാനന്തവാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും കമ്മന ഗോത്രദീപം ഗ്രന്ഥാലയത്തിലെ പ്രവർത്തകയുമായ കാവ്യാഞ്ജലിയാണ്. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.